UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതാണ്. ഇത് വളരെ ആസൂത്രിതമായ ഒരു സ്റ്റേറ്റ്മെന്റാണ്. നമ്മൾ കേൾക്കുന്ന പോലെ പെട്ടെന്ന് ജമാഅത്തെ ഇസ്ലാമി ബാലനെ പോലെ മലബാറിൽ ജീവിക്കുന്ന ഒരാൾക്ക് അറിയാം മുസ്ലിം സമുദായത്തിനകത്ത് എത്ര അവാന്തര വിഭാഗങ്ങളുണ്ട്, അതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനം എന്താണ്, അവർക്ക് എത്ര ആളുകൾ കൂടെയുണ്ട്, അവർക്ക് രാഷ്ട്രീയത്തിൽ ചെലുത്താവുന്ന സ്വാധീനത്തിന്റെ ശക്തി എന്താണ്, കേരളത്തിൽ എത്ര പഞ്ചായത്ത് വാർഡുകൾ ഏതെങ്കിലും ഒരു പഞ്ചായത്തെങ്കിലും അവർ ഭരിക്കുന്നുണ്ടോ എന്നൊക്കെ അവർക്കറിയാം. എന്നിട്ടും പറയുന്നത് കൃത്യമായ 3 കാര്യങ്ങളാണ്. ഒന്ന്, ജമാഅത്തെ ഇസ്ലാമിയെ പറയുക വഴി ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരമന്ത്രി വകുപ്പ് മന്ത്രിയാവും എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിനകത്ത് ഒരു മുസ്ലിം ആഭ്യന്തരമന്ത്രി ആവരുത്, ആയാൽ കുഴപ്പമാണ് എന്ന് കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബാലന്റെ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള കേരളത്തിൽ വന്നിട്ടുള്ള 2-3 ദിവസത്തിലെ വലിയ ഒരു ഗുരുതരമായ പ്രശ്നങ്ങളാണ്. എന്ന് വെച്ചാൽ മലയാളി മറന്നുപോകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഓർമ്മിക്കാൻ ഒരിക്കലും പാടില്ലാത്ത മാറാട് പോലെയുള്ള കലാപങ്ങളെ വളരെ ആസൂത്രിതമായി ചിലരുടെ അജണ്ടകളെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ആസൂത്രിതമായിട്ട് അതിനെ വീണ്ടും കേരളീയ പൊതുമണ്ഡലത്തിന്റെ ചർച്ചയിലേക്ക് കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ അതിൽ അദ്ദേഹം പറഞ്ഞ അപകടകരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതാണ്. ഇത് വളരെ ആസൂത്രിതമായ ഒരു സ്റ്റേറ്റ്മെന്റാണ്. നമ്മൾ കേൾക്കുന്ന പോലെ പെട്ടെന്ന് ജമാഅത്തെ ഇസ്ലാമി ബാലനെ പോലെ മലബാറിൽ ജീവിക്കുന്ന ഒരാൾക്ക് അറിയാം മുസ്ലിം സമുദായത്തിനകത്ത് എത്ര അവാന്തര വിഭാഗങ്ങളുണ്ട്, അതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനം എന്താണ്, അവർക്ക് എത്ര ആളുകൾ കൂടെയുണ്ട്, അവർക്ക് രാഷ്ട്രീയത്തിൽ ചെലുത്താവുന്ന സ്വാധീനത്തിന്റെ ശക്തി എന്താണ്, കേരളത്തിൽ എത്ര പഞ്ചായത്ത് വാർഡുകൾ ഏതെങ്കിലും ഒരു പഞ്ചായത്തെങ്കിലും അവർ ഭരിക്കുന്നുണ്ടോ എന്നൊക്കെ അവർക്കറിയാം. എന്നിട്ടും പറയുന്നത് കൃത്യമായ 3 കാര്യങ്ങളാണ്. ഒന്ന്, ജമാഅത്തെ ഇസ്ലാമിയെ പറയുക വഴി ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരമന്ത്രി വകുപ്പ് മന്ത്രിയാവും എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിനകത്ത് ഒരു മുസ്ലിം ആഭ്യന്തരമന്ത്രി ആവരുത്, ആയാൽ കുഴപ്പമാണ് എന്ന് കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. വളരെ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. രണ്ടാമത്തെ മെസ്സേജ് എന്താണ്? കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നത് പോലെയുള്ള തീവ്ര ചിന്താഗതിക്കാരാണ്. മൂന്നാമത്തെ മെസ്സേജ് മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ് എന്ന് പറയുന്നതാണ്. വളരെ ആസൂത്രിതമായിട്ടാണ് ഒരു ഇസ്ലാമോഫോബിക് സ്റ്റേറ്റ്മെന്റ് ബാലൻ എടുക്കുന്നത്. ബാലന്റെ ഈ സ്റ്റേറ്റ്മെന്റ് നിഷ്കളങ്കമായ ഒരു പൊട്ടത്തരമായിട്ടൊന്നും കാണാൻ കഴിയില്ല. കാരണം മുഖ്യമന്ത്രി തന്നെ അതിനെ എൻഡോസ് ചെയ്യുന്നതോടുകൂടി ഇതിന് പിറകിൽ വളരെ ആസൂത്രിതമായിട്ടുള്ള ചില അജണ്ടകളുണ്ട് എന്ന് നമുക്ക് ബോധ്യം വരികയാണ്. ഇത് ഈ സ്റ്റേറ്റ്മെന്റിനെ മറക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാനോ ഇപ്പം ഞാൻ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സമീപ ദിവസങ്ങളിൽ നിങ്ങൾ ഇന്നിപ്പോ വേറെ ചില കണ്ടവരുടെ അറസ്റ്റൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ മാറി ചിന്തിക്കാം. പക്ഷേ ഒരാഴ്ചയായിട്ട് കേരളത്തിലെ മീഡിയകൾ ചർച്ച ചെയ്യുന്നത് വർഗീയതയാണ്, പച്ച വർഗീയതയാണ്. അതിനകത്ത് എന്താണ് കേരളത്തിൽ ഇതുകൊണ്ടുണ്ടാകുന്ന റിസൾട്ട് നിങ്ങൾ ആലോചിച്ചു. മീഡിയക്കാരെ ഞാൻ കുറ്റം പറയുകയല്ല, കാരണം അത്തരം വാർത്തകൾ പടച്ചുകൊണ്ടിരിക്കുകയാണ്. 10 വർഷം കേരളം ഭരിച്ച ഒരു സർക്കാരിന് എന്തുകൊണ്ടാണ് ജനങ്ങളുടെ മുമ്പിൽ നേട്ടങ്ങൾ പറയാൻ കഴിയാത്തത്, നേട്ടത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയാത്തത്? പുതിയ തലമുറക്ക് വേണ്ടി ചെയ്തത്, നിലവിലുള്ള തലമുറക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതല്ലേ അവർ സംസാരിക്കേണ്ടത്? ഈ സീക്വൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് ബംഗാളിൽ, ഈ സീക്വൻസ് നമ്മൾ ത്രിപുരയിൽ കണ്ടിട്ടുണ്ട്. വളരെ പതുക്കെ ഈ ഒരു കൺവെർഷൻ. ഇപ്പോൾ നിങ്ങൾ റെജി ലൂക്കോസിന്റെ ഒരു മാറ്റം നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. റെജി ലൂക്കോസ് ഒരു സുപ്രഭാതത്തിൽ ഇന്നലെ വരെ നിങ്ങളുടെ ചാനലിൽ വന്ന് CPM-ന് വേണ്ടി വാദിച്ച റെജി ലൂക്കോസ് പെട്ടെന്ന് ഒരു സുപ്രഭാതം കഴിയുമ്പോൾ അദ്ദേഹം കാവി ധരിച്ച് ഇടതുപക്ഷ BJPക്ക് വേണ്ടി സംസാരിക്കാൻ വരികയാണ്. റെജി ലൂക്കോസ് ഒരു തുടക്കം എന്നല്ല, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാമങ്ങളിൽ നിന്ന് കുടിയൊടിഞ്ഞു പോകുന്ന CPM-കാരുടെ ഒരു പ്രകടമായ ഒന്നാണ് റെജി ലൂക്കോസ് എന്ന് പറയുന്നത്. ഇത് ഇന്ന് നിങ്ങൾ ഇടതു നിരീക്ഷകരായി വിളിക്കുന്നവരൊക്കെ നാളെ അവരുടെ പ്രൊഫൈലുകൾ മാറ്റപ്പെടാൻ പോകുന്നത് BJPയുടേതായിട്ടാണ്. ഞാൻ CPM-ലെ സഖാക്കളോട് പറയുന്നത്, ഇപ്പൊ ഇതിനൊക്കെ പറയുന്നൊരു ഉത്തരവുണ്ട്. എന്താണ് ഈ വർഗീയത പറയുന്നത്? എങ്ങനെയെങ്കിലും വോട്ടുകൾ ഉണ്ടാക്കാനുള്ള പിണറായി വിജയന്റെ തന്ത്രമാണെന്നാണ്. മൂന്നാമതും ഭരണം കിട്ടിയിട്ടില്ലെങ്കിൽ CPM-ന് നിൽക്കാനാവില്ല എന്നതാണ്. ഇങ്ങനെ ഒരു CPM നിന്നിട്ട് എന്താ കാര്യം? കേരളത്തിലെ ഇടതുപക്ഷവും കേരളത്തിലെ CPM പ്രവർത്തകന്മാരും ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെ. ഇങ്ങനെ ഒരു CPM നിന്നിട്ട് എന്താ കാര്യം? എന്തിനാണ് ഇങ്ങനെ ഒരു CPM രാജ്യത്ത് നമുക്ക് ആവശ്യമുള്ളത്?